LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you are interested in basic accounting, financial courses, multimedia and designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറവൂർ മേഖലാ സമ്മേളനം മുനമ്പം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറവൂർ മേഖലാ സമ്മേളനം ചേന്നമംഗലം SNDP ഹാളിൽ നടന്നു. മുനമ്പം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിത പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സർവീസിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന തുച്ഛമായ പെൻഷൻ സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്ന റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടുന്ന ഒരു സൗഭാഗ്യമായിരിക്കും. പലർക്കും അതിനോട് കിടപിടിക്കുന്ന ബാധ്യതകളും ഉണ്ടാകും. തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു നല്ല പ്ലാനിങ് ഇല്ല എങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി പെടും. അത്തരത്തിൽ പ്രശ്നങ്ങളിൽപ്പെട്ട ഒരുപിടി ആളുകളെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. പറവൂർ മേഖലാ കൺവീനർ KK രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കര യൂണിറ്റ് സെക്രട്ടറി വിൻസി PS അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് T മോഹനൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടുമാരായ AP ജോർജ്, MB ദിലീപ്, വടക്കേക്കര യൂണിറ്റ് പ്രസിഡന്റ് MV രമേശൻ, ഞാറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് AG മണി, പറവൂർ യൂണിറ്റ് സെക്രട്ടറി D പ്രസന്നകുമാർ, മേഖലാ ജോയിന്റ് കൺവീനർ KR അജയകുമാർ, AM ജോസ്, MK കലേശൻ എന്നിവർ സംസാരിച്ചു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you are interested in basic accounting, financial courses, multimedia and designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ തുക സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മുൻ MP KP ധനപാലൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് മുൻ MP KP ധനപാലൻ അഭിപ്രായപ്പെട്ടു. പറവൂർ ട്രഷറിക്ക് മുന്നിൽ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ തുക അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇവിടെ കൗൺസിലർമാരൊക്കെ ഇരിക്കുന്നു, ചെയർമാൻമാരൊക്കെ, അവർക്ക് ആകെയുള്ള കൈമുതൽ ജനങ്ങളെ തെറിയാണ്. മുതൽ വൈകിട്ട് വരെ ഈ നാടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും വെയിലും കൊണ്ടും പട്ടിണി കൊണ്ടും ഒക്കെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഉള്ള ഇങ്ങനെ നടക്കുകയാണ്. എവിടെയെങ്കിലും ഒക്കെ ഓടിയെത്താൻ വേണ്ടി കിട്ടുന്ന തുച്ഛമായ വളരെയധികമാണ്. അത് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പോലും തികയില്ല. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞാൻ കോൺഗ്രസ് മാത്രമൊന്നുമല്ല, എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ അവർ ജനങ്ങളുടെ തോഴന്മാരായി
ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് പണം അനുവദിക്കാതെയും മുനിസിപ്പാലിറ്റികൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെരുക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, കോവിഡ് മഹാമാരി കേരളത്തെ പിടിമുറുക്കിയപ്പോൾ PPE കിറ്റ് വാങ്ങിച്ചതിന്റെ മറവിൽ വൻ അഴിമതി നടത്തിയത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ജിൻഡോ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ KA അഗസ്റ്റിൻ, MT ജയൻ, UDF ചെയർമാൻ PS രഞ്ജിത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് MS റെജി, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ MJ രാജു, D രാജ്കുമാർ, രമേശ് ഡി കുറുപ്പ്, പ്രദീപ് തോപ്പിൽ, VA പ്രഭാവതി, VC പത്രോസ്, സജി നമ്പ്യത്ത്, ശ്യാമള ഗോവിന്ദൻ, അനു വട്ടത്തറ, വനജ ശശികുമാർ, ജഹാംഗീർ തോപ്പിൽ, ലിജി ലൈഘോഷ്, ലൈജി ബിജു, PD സുകുമാരി, അബ്ദുൽ സലാം, ഗീത ബാബു, ജോസ് മാളിയേക്കൽ, മോഹനൻ നായർ, KR പ്രതാപൻ, പൗലോസ് വടക്കുംചേരി, പ്രിൻസൺ തോമസ്, VJ ജോയ്, അജിത്ത് വടക്കേടത്ത്, റിബിൻ റഹ്മാൻ, ഏലിയാസ് PV, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, KP അനിൽകുമാർ, പ്രമോദ് മാട്ടുമ്മൽ, ലിജി ലൈഘോഷ്, അജിത ഗോപാലൻ, വിപിൻ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you are interested in basic accounting, financial courses, multimedia and designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future. മൂത്തകുന്നം SNM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മൂത്തകുന്നം SNM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം SNM ഹൈസ്കൂൾ ഹാളിൽ നടന്നു. രക്ഷാകർതൃ ദിനം, യാത്രയയപ്പ്, ജില്ലാ സംസ്ഥാന മേളയിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഠിച്ച് വരേണ്ടതാണ്. ആ മൂല്യബോധങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അത് വളർത്തിയെടുക്കാനായിട്ട് എന്തായാലും ഇവിടെ രക്ഷിതാക്കൾ ഉണ്ടാവും. അവരും അതുപോലെ തന്നെ അധ്യാപകരും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എന്നാലേ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹം വരും കാലങ്ങളിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നിപ്പം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ മക്കളെ നേർവഴിക്ക് നയിക്കുന്നതിനായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അധ്യാപകർക്ക് ഇടപെടുന്നതിനായിട്ട് സാധിക്കും. PTA പ്രസിഡന്റ് അഭിലാഷ് KU അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 2 വിന്നർ ശ്രീനന്ദ് വിനോദ് വിശിഷ്ടാതിഥിയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് PB സിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ KP വിശ്വനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. HMDP സഭ നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സഭാ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ നിർവഹിച്ചു. സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം വിരമിക്കുന്ന അധ്യാപകരെയും സ്കൂൾ മാനേജർ സന്തോഷ് കുമാർ KS കലാകായിക പ്രവൃത്തി പരിചയ പ്രതിഭകളെ ആദരിക്കലും നടത്തി. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, MPTA സീനി, ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക രൂപ റാണി PS, സ്കൂൾ ലീഡർ ശ്രീനന്ദന KP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപികമാരായ പ്രധാന അധ്യാപിക ശ്രീകല MP, UP വിഭാഗം അധ്യാപിക ഷീജ KV എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രിൻസിപ്പാൾ ജ്യോതിലക്ഷ്മി PS സ്വാഗതവും +2 വിഭാഗം അധ്യാപകൻ ജോസ് K ജേക്കബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career?
Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala, and take the first step towards a brighter future. മുനമ്പം വഖഫ് ഭൂമി സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ വഖഫ് സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ പറവൂർ നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. നിരവധി മതങ്ങൾക്ക് രൂപം നൽകിയ ഇന്ത്യയിൽ അവയുടെ ശവപ്പറമ്പാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അലിയാർ അൽ ഖാസ്മി പറഞ്ഞു. വഖഫ് ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും ഈ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. മതങ്ങളുടെ തകർച്ചയിലൂടെ ഇന്ത്യയുടെ ചൈതന്യത്തെ പറിച്ചെറിയാൻ ശ്രമിക്കുന്നവരെ മതേതര വിശ്വാസികളുടെ സംഘാടനം മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമി 404.76 ഏക്കർ സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ പറവൂർ മുനിസിപ്പൽ പാർക്ക് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമുദായം ആരുടെ കയ്യിൽ നിന്നൊക്കെയോ അടിച്ചു മാറ്റുന്ന, ആരുടെയും ഭൂമിയുടെ വസ്തുക്കളുടെ അവകാശത്തിന്മേൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കൈവയ്ക്കുന്ന, കേവലമായ ആരുടെയെങ്കിലും മോഹത്തിനൊത്ത് കാണുന്ന ഭൂമിയുടെ നേരെ കൈ ചൂണ്ടി പിടിച്ചിട്ട് ഇത് വഖഫ, ഇത് വഖഫ ആണ്, ഇത് വഖഫ എന്ന് പറഞ്ഞാൽ അത് വഖഫായി പോകുന്നതാണെന്നും അങ്ങനെ യാതൊരു ധാർമ്മികതയും തത്വദീക്ഷയും നിയമപരിരക്ഷയുമില്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് എന്ന നിലയിൽ വളരെ ക്രൂരമായി, വ്യാപകമായ നിലയിൽ, വസ്തുതാവിരുദ്ധമായ നിലയിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറേയേറെ നാളുകളായി തുടക്കം കുറിച്ചിട്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ അപ്പാടെ തന്നെ അട്ടിമറിക്കാനും ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സഹവർത്തിത്വപൂർണമായ സഹകരണത്തെ ആശങ്കയോടെയും ഭീതിയോടുകൂടിയും കാണുന്ന നമ്മുടെ നിലവിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഫാസിസത്തിന്റെ കരങ്ങളിൽ പുളകുന്ന ഉത്തരേന്ത്യ ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തെ പോലുള്ള മതേതര സംസ്കാരമുള്ള നാടിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണെന്ന് കേരളവും അറബ് സംസ്കാരവും തമ്മിലുള്ള ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി എഴുത്തുകാരൻ PA പ്രേംബാബു പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ശക്തമായ നിയമപോരാട്ടം നടത്തുന്ന പട്ടാളം സലാം സാഹിബിനെയും സുന്നജാൻ സാഹിബിനെയും ചടങ്ങിൽ ആദരിച്ചു. വഖഫ് സംരക്ഷണ സമിതി രക്ഷാധികാരി സുലൈമാൻ മൗലവി മാഞ്ഞാലി, ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജൗഹരി, അല്ലസരി എന്നിവർ സംസാരിച്ചു. വഖഫ് സംരക്ഷണ വേദി ചെയർമാൻ ഷാജഹാൻ ഹാജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സമീർ അൽ ഹസനി ഹിറാത്ത് നടത്തി. പ്രോഗ്രാം കൺവീനർ VM ഫൈസൽ സ്വാഗതവും ഇല്യാസ് മാഞ്ഞാലി നന്ദിയും പറഞ്ഞു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala, and take the first step towards a brighter future.
പറവൂർ സഹകരണ ബാങ്കിൽ 6 കോടി രൂപയുടെ പണയ സ്വർണ്ണാഭരണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കിവിറ്റപ്പോൾ ബാങ്കിന് 2.5 കോടി രൂപ നഷ്ടം സംഭവിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതായി കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിൽ 2016, 2017 മുതൽ 2018 വരെയുള്ള വർഷങ്ങളിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കാതെ പറവൂരിലെ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ കൊണ്ടുപോയി തൂക്കിവിറ്റതുമായി ബന്ധപ്പെട്ട് ബാങ്കിലുണ്ടായ കോടികളുടെ നഷ്ടം സംബന്ധിച്ച് സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് ബാങ്കിലെ അംഗമായ രമേശ് ഡി കുറുപ്പ് പരാതി നൽകിയിരുന്നു. ഈ പരാതി പറവൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷിച്ച് ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചു. അതിന്റെ വിവരാവകാശ രേഖകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളതായും മുൻപ് കോൺഗ്രസ് നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പണയ സ്വർണ്ണങ്ങൾ ലേലം ചെയ്യാതെ തൂക്കിവിറ്റതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടും അഴിമതിയും സൂചിപ്പിച്ചതായും വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. സഹകരണ നിയമപ്രകാരം 2 പ്രമുഖ ദിനപത്രങ്ങളിൽ പരസ്യം നൽകി സ്വർണം പണയം വെച്ചവർക്ക് നിയമാനുസൃതമായി നോട്ടീസുകൾ നൽകിയതിനു ശേഷം മാത്രമേ ലേല നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ 2016, 17, 18 കാലയളവിൽ നടന്ന സ്വർണ്ണാഭരണ ലേല നടപടികൾ നിയമപരമായ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് നടത്തിയിരിക്കുന്നത്. പത്രത്തിൽ പരസ്യം നൽകിയെന്ന് പറഞ്ഞ് പണം ചിലവിട്ട ശേഷം പത്രത്തിൽ പരസ്യം വരാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പണം തെറ്റായ രീതിയിൽ ചിലവഴിച്ചു എന്നാണ്. ആകെ നടന്ന 5 ലേല നടപടികളിൽ 2 തവണ ഒഴികെ ബാക്കി 3 നടപടികളും പത്രപരസ്യം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ലേലം എടുക്കുന്നതിനായി ആരും ബാങ്കിൽ EMD അടച്ചിട്ടുമില്ല. EMD അടക്കാതെയും ലേല നടപടികൾ എങ്ങനെ പൂർത്തീകരിച്ചു എന്ന് വ്യക്തവുമല്ല. 3 വർഷങ്ങളിലായി 6,19,19,841 രൂപയുടെ സ്വർണമാണ് വിറ്റിട്ടുള്ളത്. 25,000 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് സ്വകാര്യ ജ്വല്ലറിയിൽ മാർക്കറ്റ് വിലയേക്കാൾ ഭീമമായ തുക കുറച്ച് തൂക്കി വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ ഇനത്തിൽ മാത്രം 53,84,172 രൂപ നഷ്ടം സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ വൻ അഴിമതി ലക്ഷ്യമിട്ട് സമയബന്ധിതമായി ലേല നടപടികൾ നടത്താതെ വന്നതുമൂലം 1,84,23,158 രൂപയാണ് ബാങ്കിന് നഷ്ടമുണ്ടായിട്ടുള്ളത്. ലേലം നടത്താതെ കൊടുത്തതുമൂലം കമ്പോള വിലയിൽ ലഭിക്കേണ്ട തുകയേക്കാൾ കുറഞ്ഞ വിലക്ക് പറവൂരിലെ നമ്പൂരച്ചനാലിന് സമീപമുള്ള സ്വകാര്യ ജ്വല്ലറിയിൽ CPMന്റെ ചില ഉന്നത നേതാക്കളും അന്നത്തെ സെക്രട്ടറിയും നേരിട്ട് ചെന്ന് വിറ്റതുമൂലമുണ്ടായ നഷ്ടം 51 ലക്ഷത്തിലധികം രൂപയാണ്. ഈ അഴിമതി ഇടപാടിൽ 6.5 കോടി രൂപയുടെ സ്വർണം വിറ്റപ്പോൾ ബാങ്കിന് ഏകദേശം 2.5 കോടിയോളം രൂപ നഷ്ടം വന്നതായി അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, 10 ലക്ഷം രൂപ ലേലം ചെയ്ത വകയിൽ സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കാനുമുണ്ട്. ഇത് ലേലം ചെയ്ത തുക കഴിഞ്ഞ് ബാലൻസ് ഉള്ള തുക അടിയന്തരമായി സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കുകയും ബാങ്കിന് നഷ്ടപ്പെട്ട 2 കോടിയോളം രൂപ അഴിമതി നടത്തിയവരിൽ നിന്നും ഈടാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ സഹകരണ വിജിലൻസിന് ബാങ്കിലെ അംഗം രമേശ് ഡി കുറുപ്പ് പരാതി നൽകിയിട്ടുണ്ട്. ബാങ്കിൽ കഴിഞ്ഞ 15 വർഷമായി നടന്നുവരുന്ന ഇൻകം ടാക്സ് അഴിമതി, അരി കുംഭകോണം, ഭൂമി തട്ടിപ്പുകൾ, സ്വർണം തൂക്കിവിറ്റ സംഭവം, അനധികൃത വായ്പ, ഇതിനൊക്കെയെല്ലാം നേതൃത്വം കൊടുത്തിരുന്നയാളെ പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ മറികടന്നു പോലും ഏരിയ സെക്രട്ടറിയായി CPM നിയോഗിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തോടൊപ്പം നിയമപരമായ നടപടികളും തുടരുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് പ്രസിഡന്റ് MS റെജി, രമേശ് ഡി കുറുപ്പ്, ഡെന്നി തോമസ്, N മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you are interested in basic accounting, financial courses, multimedia designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future.
ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PG ആന്റണിയുടെ നേതൃത്വത്തിൽ ചിറ്റാറ്റുകരയിലെ ഭക്ഷ്യപാനീയശാലകളിലും അതിഥി തൊഴിലാളി ക്യാമ്പുകളിലും റെയ്ഡ് നടത്തി. ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PG ആന്റണിയുടെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ ന്യൂനതകൾ കണ്ടെത്തിയ 5 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം ലീഗൽ നോട്ടീസ് നൽകി. ഗ്രാമപഞ്ചായത്ത് ലൈസൻസ്, ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, പരിസര സ്ഥാപനതല ശുചിത്വം തുടങ്ങിയവയിൽ ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. പുകയില നിരോധന നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ ലംഘിച്ച 4 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാധിക PP, അരുൺ സാഗർ, ദീപ്തി ദിലീപൻ എന്നിവർ പങ്കെടുത്തു. ഭക്ഷ്യപാനീയ വിപണന സ്ഥാപനങ്ങളിലും അതിഥി തൊഴിലാളി ക്യാമ്പുകളടക്കമുള്ള തൊഴിലിടങ്ങളിലും നടത്തിയ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ഇന്ന് ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തുകയും അതിൽ ന്യൂനതകൾ കണ്ടെത്തിയ നിരവധിയായ സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്നുള്ള നിലയിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള ലീഗൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോട്ട്പ നിയമപ്രകാരമുള്ള വയലേഷൻ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ശിക്ഷ ഈടാക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നോട്ടീസ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ തുടർ പരിശോധനകളിൽ ഈ ന്യൂനതകൾ പരിഹരിക്കപ്പെടാത്ത പക്ഷം പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്ന ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിലും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ആരോഗ്യ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAP FICO, HANA, MM and more. Whether you are interested in basic accounting, financial courses, multimedia and designing or long and short-term career courses, we have something for everyone. Our Authorized Study Center. Join us at our Authorized Study Center in North Parur, LCC, Kerala and take the first step towards a brighter future.